ഹായ് ഡിയേഴ്സ്, 2016 കീമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഇമേജ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ വായിച്ചത് ഇമേജ് ഓഫ് ദ ഒറിജിൻ വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ 4x + 3y = 25. ഈ ചോദ്യം പല തരത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ഏറ്റവും എളുപ്പമുള്ള രണ്ട് മെത്തേഡുകളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 4x + 3y = 25ന് എബൌട്ട് ഒറിജിനിൻ്റെ, അതായത് 0,0യുടെ ഇമേജ് എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം നമുക്ക് ഇമേജ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടല്ലോ ഒരു ലൈൻ ഉണ്ട്, ax + by + c = 0 എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിന് എബൌട്ട് ആ ലൈൻ ഒരു മിററായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ p എന്ന് പറയുന്ന ഒരു പോയിന്റ്, ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് ആര്, x1, y1. അതിൻ്റെ ഇമേജ്, ഇതൊരു മിറർ ആണെങ്കിൽ അതിൻ്റെ ഇമേജ് എന്ത് ചെയ്യും, നേരെ ഓപ്പോസിറ്റ് പിയിൽ നിന്നും ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് അതേ അകലത്തിൽ Q എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്കിവിടെ ഇമേജ് ആയിട്ട് കാണാൻ സാധിക്കും. ആ Q എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റിനെയാണ് നമ്മൾ സാധാരണ ഇമേജ് എന്ന് പറയുന്നത്. സോ റൈറ്റ്, HK, അവിടെ HK എന്ന് പറയുന്ന ആ പോയിന്റ്, ആ Q എന്ന് പറയുന്ന പോയിന്റിന്റെ HK എന്ന് പറയുന്ന കോർഡിനേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇമേജ് എന്ന് പറയുക. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ആ എക്സ്പ്രഷൻ ഡയറക്റ്റ് അങ്ങ് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് ചെയ്യാം. അത് ഇതാണ്, h - x1 / a = k - y1 / b = -2 times ax1 + by1 + c / a² + b². അപ്പോൾ ആ സാധനം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് ആ ചോദ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. റൈറ്റ്, ഇനി അടുത്തതായിട്ട് ഇമേജ് പോലെ നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ. ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇവിടെ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്നും ഞാൻ താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡ്രോൺ ചെയ്തിട്ടുണ്ട്. ആ ലൈനിലേക്ക് ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ പെർപെൻഡിക്കുലർ ലൈനിൽ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് Q. ആ ക്യൂവിന്റെ കോർഡിനേറ്റിനെയാണ് സാധാരണ ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ എന്ന് പറയാം. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നേരത്തെ ഇമേജിൽ നമ്മൾ പറഞ്ഞ ഫോർമുലയിൽ അവിടെ -2ന്റെ സ്ഥാനത്ത് ഇവിടെ -1 അല്ലെങ്കിൽ ജസ്റ്റ് മൈനസ് എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരൊറ്റ ചേഞ്ച് മാത്രമാണ് ഇമേജിൽ നിന്നും ഫൂട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫോർമുലയിലുള്ളത്. സോ ഇവിടെ h - x1 / a = k - y1 / b - times, that is -1 times ax1 + by1 + c / a² + b². അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചോദ്യത്തിലേക്ക് നീങ്ങുകയാണ്. ചോദിച്ച ചോദ്യം ഇതാണ്, ഒറിജിൻ വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ചോദ്യത്തിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ അതായത് 4x + 3y = 25 എന്നാണ് ലൈന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഒന്ന് മാറ്റി. സ്റ്റാൻഡേർഡ് ഫോം ഏതാ, ax + by + c = 0 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, 25നെ ഇങ്ങോട്ട് എടുത്തിട്ടാൽ മതി അല്ലേ. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുന്നത് നമുക്ക് ഫോർമുലാസ് കറക്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇനി ഇവിടെ ഒറിജിൻ എന്ന് പറയുന്ന ആളുടെ ഇമേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദിസ് ഈസ് ദ ഒറിജിൻ. സപ്പോസ് ദിസ് ഈസ് p, സോ ദിസ് ഈസ് ദ ഒറിജിൻ. റൈറ്റ്, ഇനി അയാളുടെ ഇമേജ് ഇവിടെയാണല്ലോ ഫോം ചെയ്യുക, അതാണല്ലോ നമ്മുടെ HK എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് Q. റൈറ്റ്, അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാം, ഇവിടെ 5 ഓപ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചോദ്യം എങ്ങനെ ചെയ്യാം. ഇവിടെ പിയും ക്യൂവും തമ്മിൽ കണക്ട് ചെയ്യുന്ന അല്ലെ ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട് അല്ലെ, പിയും ക്യൂവും കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ്, അതിന്റെ മിഡ് പോയിന്റ് എവിടെ വരും, നമ്മുടെ ലൈനിൽ വരും. അപ്പോൾ ഇവിടെ HK എന്ന് പറയുന്ന ഇമേജ് ആയി ഇതിലേതോ ഒന്നാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, റൈറ്റ്. അപ്പോൾ ആ പോയിന്റും നമ്മുടെ പിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് എവിടെ വരും, നമ്മുടെ ലൈനിൽ വരും. അപ്പോൾ മിഡ് പോയിന്റ് ആയിട്ട് വരുന്ന, മിഡ് പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന മിഡ് പോയിന്റുകൾ നമുക്ക് ഏത് പോയിന്റ് വെച്ച് കണക്ട് ആയിട്ടാണോ കിട്ടുന്നത്, ദാറ്റ് വിൽ ബി ദ ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റ് ഞാൻ 0 എടുത്തു. ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ എന്തെടുത്തു, 4-3 കൊടുത്തു നോക്കാം. ഫസ്റ്റ് നമ്മൾ 4-3 കൊടുത്തു നോക്കാം. ഇപ്പോൾ 4-3 കൊടുക്കുന്ന സമയത്ത് വീണ്ടും മിഡ് പോയിന്റ് എന്താ വരിക, നിങ്ങൾക്കറിയാം മിഡ് പോയിന്റ് ഫോർമുല അല്ലെ. 2 പോയിന്റ് എന്ന് കഴിഞ്ഞാൽ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, x1 + x2/2 y1 + y2/2. അപ്പോൾ ഇവിടെ എന്ത് വരും, 4 + 0/2. 4 + 0/2 എന്ന് പറയുമ്പോൾ എത്രയായി, 2 അല്ലേ. 4 + 0/2, പിന്നെ 3 + 0/2, ദാറ്റ് ഈസ് 1.5. അപ്പോൾ ഈ 2,1.5 എന്ന് പറയുന്ന പോയിന്റ് ഈ ലൈനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, 4-3 ആണ് എന്തെന്ന് പറയാം, ഇമേജ് ആവാൻ സാധ്യത ഉണ്ടെന്ന് പറയും. ഉറപ്പിക്കാൻ പറ്റൂല, മറ്റു ഓപ്ഷനോടെ നമ്മൾ നോക്കേണ്ടി വരും. എന്തായാലും 2,1.5 ഇതിലേക്ക് കൊടുത്തു നോക്ക്. അപ്പോൾ 4 × 2 8, പിന്നെ 3 × 1.5, 3 × 1.5 4.5. അത് രണ്ടും കൂടെ കൂട്ടി അതിൽ നിന്ന് -25 ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും 0 കിട്ടില്ല. അപ്പോൾ ഉറപ്പിച്ചു നമ്മളെ 4,3 അല്ല ഇമേജ്.
നമ്മുടെ ഭാഗ്യത്തിന് ഇവിടെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരൊറ്റ പോയിന്റേ ഉള്ളൂ, അതാണ് 8,6. 8,6 എന്ന് പറയുന്ന പോയിന്റ് മാത്രമേ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. നോക്കാം നമുക്ക്. അപ്പോൾ 8,6 ഇമേജ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ മിഡ് പോയിന്റ് ഏത് വരും? 8 + 0/2 ദാറ്റ് വിൽ ബി 4. അതുപോലെ 6 + 0/2 ദാറ്റ് വിൽ ബി 3. സോ 4,3. 4,3 നിങ്ങൾ ഇവിടെ കൊടുത്തു നോക്ക്, എന്ത് വരും? 4 × 4 + 3 × 3 - 25 വിൽ ബി ഈക്വൽ ടു എത്ര വരും? 16 + 9 - 25. ഉറപ്പായിട്ടും അത് എത്രയാണ്? 0 ആണ്. സോ 4,3 ആണ് മിഡ് പോയിന്റ്. അതുകൊണ്ട് 8,6 ആണ് ഇമേജ്. അപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് ഈ 5 ഓപ്ഷനിൽ ഒരൊറ്റ പോയിന്റ് മാത്രമേ ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഇ. ഇനി ഒന്നിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതുപോലെ ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് സത്യത്തിൽ ആരാണ്? നമ്മുടെ എക്സ്പ്രഷൻ ഉപയോഗിച്ച് നോക്കുന്നതാണ്. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് എന്ത് ചെയ്യാം? അതായത് നമ്മുടെ ഗിവൺ ലൈൻ ഉണ്ട് അല്ലേ? ഈ ഗിവൺ ലൈനിൻ്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. ആ സ്ലോപ്പും അതുപോലെ ഇയാളുടെ സ്ലോപ്പ് PQവിൻ്റെ സ്ലോപ്പും നമ്മൾ കണ്ടുപിടിക്കണം. അത് ആ പോയിന്റ് നോക്കിയിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഈ രണ്ട് സ്ലോപ്പുകളുടെയും പ്രോഡക്റ്റ് രണ്ടുപേരും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് അവരുടെ പ്രോഡക്റ്റ് എന്തായിരിക്കും? M1 × M2 വിൽ ബി ഈക്വൽ ടു -1 ആയിരിക്കും. ആ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. സാധാരണ നമ്മുടെ കീമ് പോലത്തെ എക്സാമുകൾക്ക് ഒരു ഓപ്ഷനൊക്കെ ഉണ്ടാവാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം? നമ്മുടെ മിഡ് പോയിന്റ് കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് സോൾവ് ചെയ്തെടുക്കാവുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്ലോപ്പും കൂടെ ഉപയോഗിക്കേണ്ടി വരും. ഇനി അതിലേക്ക് ഒന്നും പോകണ്ട. ഈ ഒരു എക്സ്പ്രഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ചോദ്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞ ഇമേജ് കണ്ടുപിടിക്കാനുള്ള ആ എക്സ്പ്രഷൻ ഉപയോഗിച്ച് നമ്മൾ ഈ ചോദ്യം എങ്ങനെ ചെയ്യും? അപ്പോൾ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്തു? ആ ലൈൻ അങ്ങോട്ട് വെച്ചു, വേറെ ഒന്നും നോക്കുന്നില്ല, ആ എക്സ്പ്രഷൻ ഉപയോഗിക്കാം. സോ ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? 4x + 3y - 25 = 0. ഇതാണ് നമ്മുടെ അല്ലേ പോയിന്റ് 0, 0. ഇതാണ് നമ്മുടെ എന്ത് ഇമേജ് QHK. നേരെ നമ്മൾ എക്സ്പ്രഷനിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. നേരെ നമ്മൾ എക്സ്പ്രഷനിലേക്ക് കൊടുക്കുന്നു. സോ ദിസ് ഈസ് പി. എക്സ്പ്രഷൻ എന്തായിരുന്നു? നമ്മുടെ എക്സ്പ്രഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? H - x1 / A = K - y1 / B = -2 times AX1 + BY1 + C / A² + B². റൈറ്റ്. ഈ എക്സ്പ്രഷനിലേക്ക് നേരെ നിങ്ങൾ കൊടുത്തു നോക്ക്. എച്ച് നമുക്ക് അറിയാത്ത ആളാണ് അല്ലേ? സോ H - x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പോയിന്റിന്റെ ഇമേജ് ആണോ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ എക്സ് കോർഡിനേറ്റ് അതിവിടെ ആരാണ്? അതിവിടെ 0 ആണ്. സോ H - 0 / A എന്ന് പറയുന്നത് നമ്മുടെ ലൈനിന്റെ ഇക്വേഷനിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്. അതിവിടെ 4 ആണ് അല്ലേ? സോ H - 0 / 4 = K - y1 0 ആണ്. സോ K - 0 / B എന്ന് പറയുന്നത് y-ന്റെ കോഎഫിഷ്യന്റ് ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് -2 times AX1. x1 ഉം y1 ഒക്കെ നമുക്കറിയാലോ. സോ ദിസ് ഈസ് 4 × 0 + 3 × 0 + C എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? C എന്ന് പറയുന്നത് ഇവിടെ -25 ആണ്. അവിടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമ്മൾ മാറ്റണം, അല്ലെങ്കിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. സോ ദിസ് ഈസ് അവിടെ എന്ത് കൊടുക്കും നമ്മൾ? +C എന്ന് പറയുമ്പോൾ -25 / A² + B², that is 4² 16 + 3² that is 25. Right, again 25. 16 + 9. So ഇതെങ്ങനെ വന്നു? സോ ദിസ് ഈസ് H/4 = K/3 = മുകളിൽ എന്ത് വരും? -2 × ഇവിടെ ഇത് രണ്ടും 0 ആയിപ്പോയി. 4 × 0 + 3 × 0 ക്യാൻസൽ ആയിപ്പോയി. പിന്നെ ആരാ? -25. സോ ദിസ് ഈസ് -2 × -25 / 25. സോ H/4 = K/3 = -2 × -25 ദാറ്റ് ഈസ് +50. 50 / 25 എത്ര? ദ ആൻസർ വിൽ ബി എത്ര? ഇത് ക്യാൻസൽ ആയി പോകുമ്പോൾ സോ മൈനസ് എത്രയായി? 2 ആയി അല്ലേ? H/4 = K/3 = 2. അപ്പോൾ നമുക്ക് എന്ത് പറയാം? H/4 2നോട് ഈക്വൽ ആണ്. അതുപോലെ K/3 ആരോട് ഈക്വൽ ആണ്? 2നോട് ഈക്വൽ ആണ്. വിച്ച് ഇംപ്ലൈസ് H is equal to 2 × 4 that will be 8. K/3 K is equal to 2 × 3 that will be 6. അപ്പോൾ എച്ചിൻ്റെയും കെയുടെയും വാല്യൂസ് നമുക്ക് കിട്ടി. സോ ദ ആൻസർ ഈസ് H, K, ദാറ്റ് ഈസ് 8,6. ഡയറക്റ്റ് നമുക്ക് ഈ ഒരൊറ്റ എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കാതെ നമുക്ക് കണ്ടുപിടിക്കാം. ഇതേ മോഡൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ നമുക്ക് കണ്ടുപിടിക്കാം യൂസിങ് ദിസ് ഫോർമുല. അവിടെ -2 പകരം നമ്മൾ എന്ത് കൊടുക്കണം? ജസ്റ്റ് മൈനസ്, ദാറ്റ് മീൻസ് -1. അപ്പോൾ നിങ്ങൾ ഇതേ ക്വസ്റ്റ്യൻ്റെ ഇമേജിന് പകരം ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.